അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന സിനിമ എൻ്റെ അച്ഛൻ്റെ പേരിലാണ് ഞാൻ ചെയ്യുന്നതിനകത്ത്. എൻ്റെ വൈഫിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് പ്രേംജിയാണ്. അപ്പം ഇവരുടെ കൂടെയൊക്കെ എനിക്ക് അഭിനയിക്കാൻ ചാൻസ് വരണം അതിനകത്ത്. മൊത്തം സിംഹങ്ങളാണ് മൊത്തം. ശാന്താദേവി പിറ്റേ ദിവസം കാലത്ത് വന്ന് വാലോർക്കുമ്പോൾ കണ്ട് പോലീസുകാരെ തല്ലും കൊണ്ട് മരിച്ച് മുറ്റത്ത് മുഖത്ത് മുഴുവൻ ഉറുമ്പരിച്ച് കിടക്കുന്ന ഒരു കാര്യം. അതെൻ്റെ ഒരു വലിയ അനുഭവം. കാരണം വെച്ചാൽ തലേ ദിവസം തന്നെ ഇവര് പഞ്ചസാര ചിരട്ടയിൽ കലക്കി വെച്ചിട്ട് കടിക്കാത്ത ഉറുമ്പാണല്ലോ പലപ്പോഴും ഈ പഞ്ചസാര, നമ്മൾ പറയും പഞ്ചാര ഉറുമ്പെന്നും പറയും ചില സ്ഥലത്ത്. ആ ഉറുമ്പുകൾ കൊണ്ടുവന്നിട്ട് ഷോട്ട് വരുമ്പം മൂക്കിലൊക്കെ പഞ്ഞി കയറ്റി വെച്ചിട്ട് ഇതിനെ മുഖത്തിടുക. അപ്പം അനങ്ങാതെ കിടക്കണമല്ലോ, എളുപ്പമല്ല. എന്താ വെച്ചാൽ ഒരു ഉറുമ്പ് മൂക്കിൻ്റെ അകത്ത് താഴത്തേക്ക് കവളുമ്പരിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ അറിയാതെ ഒന്നനങ്ങും. ശോഭ ആണ് അതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ശോഭ ആ സമയത്ത് ഒരുപാട് സിനിമകളിൽ നായികയായിട്ട് വന്നു തുടങ്ങിയിട്ടുള്ളത്. വല്ലാതെ ക്യാരക്ടർ കേട്ടോ. ഈ കുട്ടികളെ മാതിരി ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുകയും ചെയ്യും. ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അപ്പം ക്യാരക്ടർ. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ സെലക്ട് ചെയ്ത് പ്രസിഡൻ്റ് ആക്കി എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ പത്രക്കാരനോട് ആദ്യം ചോദിച്ചതെന്താ വെച്ചാൽ സിനിമയിലത്തെ ചിന്ത തന്നെയാണോ ഇപ്പോഴും, പാദസരത്തിലത്തെ ചിന്തയാണോ ഇപ്പോഴും എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും അന്നത്തെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വന്ന ഒരാൾ. പാദസരം എന്നുള്ള സിനിമ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ റിലീസ് ചെയ്യാൻ സമയത്ത് അറിയാലോ ഈ പാദസരം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ആ സമയത്ത് റിലീസ് ചെയ്തത് ബന്ധനത്തിൻ്റെ ഓപ്പോസിഷനായിട്ട് അപ്പൊ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സിനിമ കാണാൻ മോഹിക്കുന്ന ആൾക്കാർ മുഴുവൻ ബന്ധനത്തിന് പോയി. അതെ, 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ പടത്തിലെ ആളില്ല, ആ വടം പൊട്ടി. അപ്പൊ കൊയിലാണ്ടിക്ക് വരാൻ പറഞ്ഞിട്ട് എനിക്ക് അഡ്രസ്സൊക്കെ തന്നു. അങ്ങനെ പിറ്റേ ദിവസം ആരോടും പറഞ്ഞില്ല ഞാൻ. കാരണം വെച്ചാൽ പോയിട്ട് നടന്നില്ല. അതുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ നമ്മുടെ കൂട്ടുകാർ മുഴുവൻ സിനിമ ആണെന്ന് പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങും. അപ്പോൾ ആരോടും മിണ്ടാതെ അവിടെ പോയി. അവിടെ ചെന്ന് ഞാൻ ഒരു വലിയൊരു വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവർ ഇരിക്കാൻ. അപ്പം ഞാൻ ചെന്ന് അവിടെ ചെന്ന് ചോദിച്ചു ഈ തിക്കുടിയേട്ടനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പം അദ്ദേഹം വന്നു, കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് എനിക്ക് പരിചയമുള്ളൂ, വേറെ ആരും പരിചയമില്ല. അപ്പോൾ അദ്ദേഹം കൊണ്ടാവാം എന്ന് പറഞ്ഞ് കൊണ്ട് നിർത്തി 2 മഹാരഥന്മാരുടെ മുമ്പിലെ കൊണ്ട് നിർത്തിയത്. ഒന്ന് മങ്കടറി ബിവർമ്മ ക്യാമറാമാൻ, മറ്റേ ആർട്ടിസ്റ്റ് നമ്പൂരി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജി അരവിന്ദൻ വന്നു. അപ്പോൾ എൻ്റെ ബലമായ സംശയം, ഞാൻ വലിയ ധൈര്യവാനാണ് വെപ്പ്, പക്ഷെ എന്നെ സംബന്ധിച്ചാലും അഭിനയിച്ച് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ തലയിറ്റി വീഴുന്ന കണ്ടീഷനായി. കാരണം ഞാൻ പർവ്വതങ്ങളാണ് ഇവരൊന്നും ഞാൻ പ്രതീക്ഷിക്കണില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഈ പർവ്വതങ്ങളായിട്ടുള്ള ആൾക്കാർ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഭയപ്പാട് ശരിക്കുണ്ടായി. പറഞ്ഞാൽ ഈ ഭയമാണോ അതോ പരിഭ്രമമാണോ അത് അറിയില്ല, അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു. പക്ഷെ അവരെന്നോടൊന്നും പറഞ്ഞില്ല. ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പരമ്പരത്തിൽ ഭക്ഷണം കഴിച്ച് അങ്ങനെ പോയി. അതാണ് ഉത്തരായനം എന്ന് പറഞ്ഞ സിനിമ. ഈ ഉത്തരായനം എന്ന സിനിമയെ പറ്റി പറയുമ്പോൾ മലയാളത്തിൽ വലിയൊരു പുതിയ തരംഗം, ഒരു ന്യൂ വേവ് സിനിമകളുടെ ഒരു കാലഘട്ടം കൂടിയായിരുന്നു. അപ്പോൾ സ്വയംവരം എന്നുള്ള സിനിമ അടൂരിൻ്റെ വരുന്നു, ഉത്തരായനം ജി അരവിന്ദൻ്റെ സിനിമ സംഭവിക്കുന്നു, അതിൻ്റെ പിന്നാലെ പ്രയാണം വരുന്നു, KG ജോർജിൻ്റെ സ്വപ്നാടനം എന്ന സിനിമ വരുന്നു. അങ്ങനെ സാധാരണ സിനിമാ പ്രേക്ഷകർക്ക് പെട്ടെന്ന് സംവദിക്കാൻ പറ്റാത്തൊരു സിനിമയായിരുന്നു. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു അതിന് പറയുന്ന പേര് അവാർഡ് സിനിമ. അവാർഡ് സിനിമയായി കഴിഞ്ഞാൽ കാണാൻ ആൾക്കാർ ചുരുക്കണ്ടാവുള്ളൂ. അതെ, കാരണം വെച്ചാൽ അത് കുറച്ചും കൂടി നാച്ചുറൽ ഇതായിരിക്കും. സിനിമയുടെ എല്ലാവിധ കളികളും അതിൻ്റെ അകത്ത് ഉണ്ടാവില്ല. കഥ അങ്ങനത്തെ കഥയൊന്നും ആയിരിക്കില്ലല്ലോ പലപ്പോഴും. അപ്പം അതുകൊണ്ട് തന്നെ ആ സിനിമ കാണാൻ ആൾക്കാർ കുറവായിരുന്നു. അത് മാത്രമല്ല, സിനിമയുടെ ചിത്രീകരണത്തിൽ ഇപ്പോൾ പലർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം കൂടിയാണ് അത്. കാരണം ജി അരവിന്ദൻ്റെ ഒരു സിനിമയുടെ ഒരു ചിത്രീകരണ രീതികളൊക്കെ അറിയാൻ ഒരു കൗതുകമുണ്ട്. ഈ ഫാസ്റ്റായിട്ട് പോവുക, ബോറടിക്കാതിരിക്കണം, അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ പോകുന്നത് കൊണ്ടിട്ടാണ് നമ്മൾ പിന്നീട് പല ഈ കമേഴ്ഷ്യൽ സിനിമയിലൊക്കെ കട്ടിങ് വരിക. അങ്ങനെയാണ്. ഇതങ്ങനെയല്ല. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ കൂടെ നാച്ചുറലാണ്. നടന്നു പോകുന്ന ഒരു ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ നടന്നു പോകുന്ന കുറേ ദൂരം ഇങ്ങനെ കാണിക്കേണ്ടത്. അഭിനയവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാച്ചുറലാവണമെന്നാണ് തുടങ്ങിയിട്ടുള്ളത്. ശരി, അത് ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. പക്ഷേ പിന്നീട് മറ്റ് സിനിമകൾ ചെയ്യുമ്പോൾ അതിനേക്കാൾ കുറച്ചും കൂടെ നാടകത്തിൻ്റെ സ്റ്റൈലുകളും മറ്റുള്ളത് കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസ് ഒന്നുമില്ല, നിങ്ങൾ സാധാരണ ചെയ്യണമെങ്കിൽ ചെയ്തോളാൻ പറയാൻ ചെയ്യാൻ കാര്യം. അപ്പം അല്ലാണ്ട് വേറൊന്നും അതിനകത്തില്ല. അപ്പം അന്ന് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ പേര് തന്നെ ഗോവിന്ദൻ എന്നാണ്. അതെൻ്റെ അച്ഛൻ്റെ പേരാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്ന സിനിമ എൻ്റെ അച്ഛൻ്റെ പേരിലാണ് ഞാൻ ചെയ്യുന്നതിനകത്ത്. ഒരു സീനുണ്ട്, ആ സീനിൽ ഞാൻ ഉള്ളിലിരിക്കുന്ന ഞാൻ, ബാലൻ കെ നായർ, കുഞ്ഞാണ്ടിയേട്ടൻ, അതിൽ തന്നെയാണ് സുകുമാരൻ വരുന്നത്. അങ്ങനെ മല്ലിക സുകുമാരനും എല്ലാം. ഞങ്ങളെല്ലാം കുറേ പുതിയ ആൾക്കാരുണ്ട്. അതുമാതിരി നമ്മുടെ
കിഴക്കേ പോകുന്നതിൽ അഭിനയിച്ച വിജയൻ. ഞാൻ ഒളിവിലിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് പ്രസവിച്ചു എന്ന് കേട്ടിട്ട് രാത്രി പോലീസുകാരെ കണ്ണുവെട്ടിച്ച് കുട്ടിയെ കാണാൻ വരുന്നതാണ്. എൻ്റെ വൈഫിൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് പ്രേംജിയാണ്. അപ്പൊ ഇവരുടെ കൂടെയൊക്കെ എനിക്ക് അഭിനയിക്കാൻ ചാൻസ് വരണം. അതിനകത്ത് മൊത്തം സിംഹങ്ങളാണ് മൊത്തം. പഴയ തറവാട്ടിൻ്റെ ഈ ജനവാതിലിൻ്റെ ചില അഴികളുണ്ടാവില്ല, മരം കൊണ്ടുണ്ടാക്കി ചതുരത്തിൽ കെട്ടിയിട്ട് അഴികൾ തമ്മിൽ ദൂരം വളരെ അടുത്തടുത്തായിരിക്കും. അപ്പം ഞാൻ കൊച്ചിനെ കൊണ്ടുവന്ന് ഈ ഭാര്യ അങ്ങനെ കാണിക്കുമ്പോൾ തൊടാൻ വേണ്ടിയിട്ട് കൈ കടത്താൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയ്ക്ക് പോലീസിൻ്റെ വിസിൽ വെക്കും, തൊടാതെ ഓടിപ്പോവും. പിറ്റേ ദിവസം കോഴിക്കോട് ശാന്താദേവിയാണ് അമ്മായിയമ്മയിട്ട് അഭിനയിക്കുന്നത്. അകത്ത് ശാന്താദേവി പിറ്റേ ദിവസം കാലത്ത് വന്ന് വാലോർക്കുമ്പോൾ കാണുന്നത് പോലീസുകാരെ തല്ലും കൊണ്ട് മരിച്ച് മുറ്റത്ത് മുഖത്ത് മുഴുവൻ ഉറുമ്പരിച്ച് കിടക്കുന്ന ഒരു കാര്യം. അതെൻ്റെ ഒരു വലിയ അനുഭവം. കാരണം വെച്ചാൽ തലേ ദിവസം തന്നെ ഇവർ പഞ്ചസാര ചിരട്ടയിൽ കലക്കി വെച്ചിട്ട് കടിക്കാത്ത ഉറുമ്പാണല്ലോ പലപ്പോഴും ഈ പഞ്ചസാര, നമ്മൾ പറയും പഞ്ചാര ഉറുമ്പെന്നും പറയും ചില സ്ഥലത്ത്. ആ ഉറുമ്പുകൾ കൊണ്ടുവന്നിട്ട് ഷോർട്ട് വരുമ്പം മൂക്കിലൊക്കെ പഞ്ഞി കയറ്റി വെച്ചിട്ട് ഇതിനെ മുഖത്തിടുക. അപ്പം അനങ്ങാതെ കിടക്കണമല്ലോ, എളുപ്പമല്ല. എന്താ വെച്ചാൽ ഒരു ഉറുമ്പ് മൂക്കിൻ്റെ അകത്ത് താഴത്തേക്ക് കവളുമ്പരിക്കാൻ ഇറങ്ങുമ്പോൾ നമ്മൾ അറിയാതെ ഒന്നും അനങ്ങും. മനസ്സിലായോ? അങ്ങനെ പല ഷോട്ട് എടുത്താണ്. പക്ഷെ ആ സമയത്ത് സിനിമ ഇറങ്ങിയപ്പോൾ എന്നാർക്കും മനസ്സിലായിട്ടൊന്നുമില്ല. കാരണം ഞാനൊരു ചെറിയ കാലത്ത് ചെയ്യുന്നു, പലയൊക്കെ പുതിയ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധയൊന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പിന്നെ ഈ അവാർഡ് സിനിമ എന്ന് പറഞ്ഞ എനിക്കൊക്കെ കാണാൻ വരുന്ന ആൾക്കാർ അത്തരത്തിലുള്ള ആൾക്കാരായിരിക്കും. എന്നെ കാണുന്ന ആൾക്കാർ മിക്കവാറും അങ്ങനത്തെ ആൾക്കാരാവില്ല. അപ്പോൾ എന്നെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പം നമ്മുടെ മോഹം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മുഖം ഇങ്ങനെ വെളിത്തിരിയിൽ വരുന്നത് കാണാൻ ഉണ്ടാവില്ല. എൻ്റെ ഒരു മോഹം എന്താ വെച്ചാൽ ഈ നസീർ സാറിനെയൊക്കെ കാണുമ്പോൾ പിന്നെ അത് കൂടുമല്ലോ, നേരെ സാറ് പോകണം. അതുപോലെ കുറച്ചാളെങ്കിലും എൻ്റെ പുറകെ കൂടുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒന്ന് തിരിച്ചറിയെങ്കിലും ചെയ്യണം. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഞാൻ പലപ്പോഴും തിയേറ്ററിന് മുമ്പിൽ നിന്നുണ്ട്. ഒരാൾ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ ഒരു ദുഃഖം തോന്നി. പക്ഷെ എനിക്കായിരുന്നു ഒരു ഗുണം കിട്ടിയെന്നറിയോ, എന്നെ വിളിക്കാൻ ആരും ഉണ്ടായില്ല. കാരണം സിനിമ മദിരാശിയിലാണ്. ഈ സിനിമ അങ്ങനെ വലിയ പോപ്പുലർ സിനിമ ആയിരുന്നില്ല, അവാർഡ് സിനിമയായിരുന്നു അന്നത്തെ പേരിൽ. സിനിമ എനിക്ക് പറ്റുന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അതാണ് എനിക്ക് ആ സിനിമ കൊണ്ടുണ്ടായി ഏറ്റവും വലിയ ഗുണം. അത് മാത്രമല്ല, സിനിമയിൽ അഭിനയിക്കാനുള്ള മോഹം അതിൻ്റെ അകത്ത് കയറി. അതുവരെ എനിക്ക് അങ്ങനെ മോഹമേ ഉണ്ടായിട്ടില്ല, കാരണം എൻ്റെ റീച്ചിലുള്ളതല്ലാതെ ഇതെനിക്ക് പറ്റും തോന്നി. പക്ഷെ എന്നെ വിളിക്കാനായില്ല. അവസാനം ജി ഗോപാലകൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, ഗോപാലകൃഷ്ണൻ തനിക്ക് ഞങ്ങൾ ഈ നാടകത്തിൻ്റെ ഗാങ്ങാ, തനിക്ക് ആരെങ്കിലും അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനെ തമ്പി കൊല്ലത്ത് ഏൻ തമ്പി. അങ്ങനെ ഞങ്ങൾ ഏൻ തമ്പിയെ പോയി കണ്ടു. സിനിമ പിടിക്കാൻ വന്ന ആളാണ്, പ്രൊഡ്യൂസർ എന്നിലേക്ക് പോയി കണ്ടു. അപ്പം എനിക്ക് കമ്പനിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ കുറച്ച് കാശൊക്കെ നമുക്ക് തിരിച്ചുണ്ടാക്കാൻ പറ്റും. അപ്പോഴേക്കും ഈ സിനിമ ആദ്യത്തെ സിനിമ കഴിഞ്ഞ് പിന്നെ ഏകദേശം ഇതിനൊരു 4 വർഷത്തോളം ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടാവുന്നു. 78 മറ്റോ അല്ലേ ഈ പറയുന്ന സിനിമ അടുത്ത സിനിമയിലേക്ക് നമ്മൾ പോകും. 3 വർഷത്തിലുള്ള ഗ്യാപ്പ് ഉണ്ട്. എല്ലാവരും വിളിക്കണില്ലേ. അപ്പൊ ഈ ബിസിനസ് നടക്കുന്നുണ്ട്. എന്ത് ബിസിനസ് ആയിരുന്നു അത്? റബ്ബർ മാനുഫാക്ചറിംഗ് ആയിരുന്നു. അപ്പൊ നാടകം അതിന്റെ പാരലൽ നടക്കുന്നുണ്ട്. നാടകം എൻ്റെ റിഹേഴ്സലിന് തുടങ്ങുന്നത് വൈകുന്നേരം 6 മണിക്ക് 7 മണിക്ക് ശേഷം. ടൈം ഷെഡ്യൂളിംഗ് അപ്പോൾ കറക്റ്റാണ്. ബിസിനസിന്റെ ഇത് കഴിഞ്ഞിട്ട് നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങുക. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ എൻ്റെ കൂടെ വരുന്ന ഈ പ്രത്യേകിച്ച് അഭിനയിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടല്ലോ, LC ഇവർക്കൊക്കെ അറിയാം എൻ്റെ റിഹേഴ്സൽ തുടങ്ങുക പുലർച്ചെ വരെ പോകുന്നറിയാം. ഈ പുലർച്ചെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ചില ആൾക്കാർ ആ വഴിക്ക് പോകുന്ന ആൾക്കാരുണ്ടെങ്കിലും നടികളൊക്കെ അത്യാവശ്യം എൻ്റെ വണ്ടിയിലാണ് ഞാൻ കൊണ്ടുവിട്ടിട്ടാണ് വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഏകദേശം നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഏൻ തമ്പി എന്നുള്ള ഡയറക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പം ഒരാളുടെ മൂലകഥ എടുത്തു. ജി ഗോപാലകൃഷ്ണൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി. എൻ്റെ വലിയ മോഹമായിരുന്നു. അതായത് എൻ്റെ മുമ്പിലുള്ള വലിയ നടനാണ് കൊട്ടാരക്കര ചേട്ടനും PJ ആന്റണിയാണ്. അപ്പം എൻ്റെ ഒരു മോഹം, ഞാൻ കാശ് മുടക്കിയിട്ട് തന്നെ സ്നാനം ചെയ്യുമ്പോൾ ഇവരൊക്കെ വേണം അതിൻ്റെ അകത്ത് എന്നൊരു തോന്നലിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നമുക്ക് കൊട്ടാരക്കര ചേട്ടനെ കാണാൻ പോകുന്നു പറഞ്ഞു. അപ്പോൾ അതുവരെ ഞാൻ ഈ സിനിമാ നടന്മാരെ കാര്യമായിട്ട് കണ്ടിട്ട് തന്നെയില്ല. ഷൂട്ടിങ്ങിന് ഞാൻ പോയിട്ടില്ല. കൊട്ടാരക്കര ചേട്ടനെ നേരിട്ട് കാണാനുള്ള വലിയ മോഹത്തോടു കൂടെ ഞാൻ പോവുകയാണ്. അങ്ങനെ വീട്ടിൽ ചെന്നു. അപ്പം അങ്ങനെ ഇങ്ങനെ വീടിൻ്റെ ഇറയത്ത് ഇങ്ങനെ കാലിൻ്റെ മുകളിൽ കാലും കയറ്റിയിരിപ്പുണ്ട്. അന്ന് അധികം സിനിമകൾ അദ്ദേഹത്തിന് ഇല്ല, കുറച്ച് 70കളുടെ ഒരു അവസാനം. അതെ. അപ്പോൾ ചെന്ന് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം ഓക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്നു. ശോഭ ആണ് അതിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ശോഭ ആ സമയത്ത് ഒരുപാട് സിനിമകളിൽ നായികയായിട്ട് വന്നു തുടങ്ങിയിട്ടുള്ളത്. വല്ലാതെ ക്യാരക്ടർ കേട്ടോ. ഈ കുട്ടികളെ മാതിരി ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുകയും ചെയ്യും. ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അപ്പം ക്യാരക്ടർ പോലെ ഷൂട്ടിങ് നമ്മൾ തുടങ്ങി. അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മുഴുവൻ എൻ്റെ കൂടെയുള്ള ഈ നാടകത്തിൻ്റെ ഗാങ്ങാണ് മുഴുവൻ ഉള്ളത് അതിൻ്റെ അകത്ത്. ആ നാടകത്തിൻ്റെ പേരാണ് പാദസരം. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാനുണ്ട്, ജോസ് ഉണ്ട്. ഈ നാടകം ആയിട്ടുള്ളത് സിനിമയാക്കി മാറ്റിയതാണോ പാദസരം എന്നുള്ളത്? അല്ല സിനിമയ്ക്ക് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു. സിനിമയ്ക്ക് വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റ് ആയിരുന്നു. ആ സിനിമയായിരുന്നു പാദസരം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ആ സിനിമയിൽ താങ്കള് കോ പ്രൊഡ്യൂസറാണ്,
ഒപ്പം നടനാവാനുള്ള ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ തന്നെ ഒരു പ്രൊജക്ട് ഡിസൈൻ ചെയ്യുന്നു. ആ ഡിസൈൻ ചെയ്ത പ്രൊജക്ട് അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാനുള്ള എല്ലാ പരിശ്രമവും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒരു ക്യാരക്ടർ ഞാൻ തന്നെ ചെയ്യണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കുന്നു. മനസ്സിലായില്ലേ? കാരണം ഞാൻ മാത്രമായ പോരാ. കാരണം അപ്പം ജോസ് ഉണ്ട് അതിനകത്ത്. അപ്പം ആ ജോസിനെ കൂടെ വിളിക്കുന്നു. ഞങ്ങൾ ഈക്വൽ ക്യാരക്ടർ ചെയ്യണം. പക്ഷെ എനിക്ക് രസം എന്താ വെച്ചാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ സെലക്ട് ചെയ്ത് പ്രസിഡൻ്റാക്കി എന്ന് പറഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ പത്രക്കാരനോട് ആദ്യം ചോദിച്ചതെന്താ വെച്ചാൽ സിനിമയിലത്തെ ചിന്ത തന്നെയാണോ ഇപ്പോഴും, പാദസരത്തിലത്തെ ചിന്തയാണോ ഇപ്പോഴും എന്ന് ചോദിച്ചിട്ടാണ്. അപ്പം എനിക്ക് മനസ്സിലായി നമ്മൾ ആ ചിന്ത അത് തന്നെയാണ്. എന്തായിരുന്നു എന്നറിയാം, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ബോർഡ് വന്ന് വീഴുക. ആ ബോർഡ് എൻ്റെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നാണ്. അതിൻ്റെ മേലെ ചവിട്ടി നിൽക്കുമ്പോഴാണ് എന്നെ കാണിക്കുന്നത്. അത് തന്നെയാണോ ചിന്ത എന്നാണ് ചോദിച്ചത്. ചിന്ത അത് തന്നെയാണ് എന്നിട്ട് പിന്നെ ബാക്കിയുള്ള തന്നെ അവരുടെ കാര്യം ചോദ്യങ്ങളുണ്ട്. അല്ല, ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു എന്ന് പറയാം. അത്തരത്തിലൊരു ക്യാരക്ടറാണ് ചെയ്തിരുന്നത്. കുറച്ചൊരു പുതിയ രീതിയിൽ ചിന്തിക്കുന്ന, ജാതിയോ മതമോ ഒന്നും അല്ലാത്ത ആ രീതിയിലുള്ളൊരു ചിന്ത എന്ന് ചെറുപ്പത്തിലേ നമുക്കൊക്കെ ഉള്ളതാണ്. അത് ഇതിൻ്റെ അകത്തൂടെ കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ സിനിമയുടെ മൊത്തം അങ്ങനെയാണ്. ഒരു പുള്ളുവൻ്റെ മകള്. അതിൽ എനിക്ക് തോന്നുന്നു ദേവരാജൻ മാഷായിരുന്നു അതിലെ പാട്ടുകൾ. ദേവരാജൻ മാഷാണ് പാട്ടുകൾ ചെയ്തത്. അതെ അതെ. അതിൽ ഇല്ലപ്പറമ്പലെ പുള്ളുവത്തി എന്നൊരു പാട്ടുണ്ട്. പിന്നെ ഞാൻ ഏഷ്യാനെറ്റുള്ള സമയത്ത് ഇങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ കാറ്റ് വന്ന് മനോഹരമായ പള്ളെഴുതിയ പാട്ടാണ്. പള്ളെഴുതിയ പാട്ടാണ്. അപ്പൊ ഈ ഞാനും വിചാരിച്ചു GK പള്ളത്ത് അല്ലെ അദ്ദേഹത്തിന്റെ പേര്, ഗോവിന്ദൻകുട്ടി പള്ളത്ത്. അപ്പൊ അന്ന് വയലാറ്, ഭാസ്കരൻ മാഷ്, അങ്ങനെയുള്ള ആ തലമുറയിൽ ശ്രീകുമാരൻ തമ്പി സാറ്, ഇവരൊക്കെ ഉള്ളപ്പോൾ ഈ GK പള്ളത്ത് നിങ്ങളുടെ പടത്തിൽ സ്ഥിരമായിട്ട് പാട്ടുകൾ എഴുതുന്നുണ്ട്. നാടകത്തിന്റെ ഗ്രൂപ്പാണ്. അപ്പൊ അവര് വിട്ടിട്ടൊരു കളിയില്ല. ദേവരാജ മാഷ് എടുത്ത് ചെല്ലുമ്പോ ഒരു വലിയ അനുഭവമായിരിക്കും. വലിയ അനുഭവമല്ലേ? കാരണം അങ്ങോട്ട് പക്ഷെ വളരെ സൗഹൃദമായിട്ട് അങ്ങോട്ടൊക്കെ പെരുമാറിയുള്ളത്. ആളെ പറ്റിയിട്ടുള്ളൊരു പുറത്തേക്ക് നമ്മൾ കേൾക്കുന്നൊരു ഇമേജ് ഭയപ്പെടുത്തുന്നത് ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾ കാരണം വെച്ചാൽ ഒന്നാമത് ചെല്ലുന്ന സ്ഥലത്ത് മുഴുവൻ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണെന്നൊരു തോന്നലും ആ അനുഭവം ഉണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് ആയിരിക്കണം ഒരു പക്ഷേ ഞങ്ങൾ കുറച്ചൊരു ഉണ്ട്. പിന്നെ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. അതെ, ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും അന്നത്തെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് വന്ന ഒരാൾ. ഇപ്പം ഇഷ്ടംപോലെ കുട്ടികൾ സിനിമ കയറുന്നു. അതെ അതെ. ഇപ്പം എന്താ വെച്ചാൽ എന്നിട്ട് അതിൽ GK പള്ളത്തിൻ്റെ ഈ മറ്റേ എഴുതി കൊടുക്കുന്ന പാട്ടുണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന് അതിനെക്കുറിച്ചൊരു നല്ല അഭിപ്രായം തോന്നിക്കാണുമല്ലോ ആ വരികളെക്കുറിച്ച്. അദ്ദേഹം നന്നായി ശ്രദ്ധിക്കുന്ന ആളാണ്. അപ്പോൾ ആ വരി ശ്രദ്ധിക്കുമ്പോൾ എന്താ വെച്ചാൽ എഴുതിയ ആളെക്കുറിച്ചും ഒരു ധാരണ മനസ്സിലായി. അപ്പം അങ്ങനെ ഒരു ബന്ധം ഞങ്ങളുടെ ഗാങ്ങിന് ദേവരായ മാഷായിട്ടുണ്ടായിട്ടുണ്ട്. പിന്നെയുള്ള എല്ലാ ഞാനെടുത്ത സിനിമകളിലെ മുഴുവൻ അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്നത്. പാദസരം എന്നുള്ള സിനിമ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ റിലീസ് ചെയ്യാൻ സമയത്ത് അറിയാലോ, ഈ പാദസരം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ ആ സമയത്ത് റിലീസ് ചെയ്തത് ബന്ധനത്തിൻ്റെ ഓപ്പോസിഷനായിരുന്നു. അപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സിനിമ കാണാൻ മോഹിക്കുന്ന ആൾക്കാർ മുഴുവൻ ബന്ധനത്തിന് പോയി. അതെ, 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ പടത്തിലെ ആളില്ല, ആ വടം പൊട്ടി, ആ കാശ് മുഴുവൻ പോയി. പക്ഷെ പിന്തിരിഞ്ഞില്ല. ഏതായാലും മുന്നിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വാശിയെന്നും അങ്ങനെ എന്തോ ഒരു പേരിട്ട് വിളിച്ചാലും എനിക്കങ്ങനെ ഒരു സ്വഭാവം നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്വഭാവം കൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അടുത്ത സിനിമ എങ്ങനെ എടുക്കാൻ തീരുമാനിച്ചു, ചോര ചോന്ന ചോര. അപ്പോൾ ഈ ചോര ചോന്ന ചോര ഇറങ്ങിയപ്പോൾ ഈ ഹോട്ടലിൽ നമ്മൾ ചായ കുടിക്കാൻ പോകുമ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങി കുട്ടികൾ. സിനിമാ താരം എന്നുള്ളൊരു ഇമേജ് എല്ലാവരും അല്ല, പുറത്ത് കാണും. കാരണം അധികം സിനിമ അധികം ഓടിയൊന്നുമില്ല, പക്ഷെ എന്നാലും കട്ടിച്ച് മുതലായി കിട്ടി. അത് കളറായിരുന്നു. ആദ്യത്തെ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ? ബ്ലാക്ക് ആൻഡ് വൈറ്റ്. P. ആൻഡ് ചേട്ടനെ നമ്മൾ അഭിനയിക്കാനൊക്കെ വിളിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സീൻ അങ്ങേരായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയമായിരുന്നു ശരിക്കും. കാര്യം എന്ന് വെച്ചാൽ ആളും ഈ പറയുന്ന പോലെ തന്നെ ഒരു നിഷേധി. അല്ല, മനസ്സിൽ തോന്നിയത് എന്തും പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ്. മുഖത്ത് നോക്കി പറയും. അപ്പോൾ ഇതെന്താണ് എന്നെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഈ പുള്ളിയുടെ അഭിനയിക്കുകയാണ്. അപ്പോൾ അത് ചെന്ന് ആ സീൻ കഴിഞ്ഞിട്ട് പിന്നെ വന്നിരിക്കുമ്പം ഞാനിങ്ങനെ ഇങ്ങനെ അദ്ദേഹം എന്ത് പറയുന്നുള്ള ഇങ്ങനെ സംശയിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ചങ്കല്. അങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രൊഡ്യൂസറായി ഒന്നിങ്ങോട്ട് വരിക എന്ന് പറഞ്ഞ് വിളിച്ചു എൻ്റെ അടുത്ത്. നമ്മൾ ഇരിക്കുള്ളതെന്തോ വരുന്നുണ്ട്. സാധാരണ കയ്യിൽ വെച്ച് കാശുള്ളവന്മാർ പ്രമാണിയാവാൻ വേണ്ടിയിട്ട് ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കും ആവേശത്തിൻ്റെ പുറത്ത്. പക്ഷേ ഈ കല തൊട്ട് തിരിയുണ്ടാവില്ല. തന്നെയും ഞാൻ ആ കൂട്ടത്തിൽ ഞാൻ കൂട്ടിയിരുന്നത്. പക്ഷേ സീൻ കണ്ടപ്പോൾ മനസ്സിലായി താനത് ആർട്ടിസ്റ്റാണെന്ന് മനസ്സിലായി.
അത് വലിയൊരു അംഗീകാരമാണ്. അത് സിനിമയിൽ വന്നിട്ടുള്ള ആദ്യത്തെ അംഗീകാരമാണ്. അതെ. നാടകത്തിൽ പ്രേംജി സാറും സിനിമയിൽ വന്നിട്ട് വിജയ് ആന്റണി ചേട്ടൻ എന്ന് ഇങ്ങനൊരു വലിയ അനുഗ്രഹം എനിക്ക് കിട്ടുന്നുണ്ട്. അത് ഇവർ പോകുമ്പോൾ രണ്ടുപേരും അന്ന് പറഞ്ഞതെന്താ വെച്ചാൽ പോകുമ്പോൾ സങ്കടമാവുന്നുള്ളൂ പറഞ്ഞു. അതെന്താ ചേട്ടാ അങ്ങനെ സങ്കടം? അല്ല, നിങ്ങളുടെ ഇവിടെ വന്നിട്ട് വഴക്കൂടാൻ പറ്റില്ല, അടിയുണ്ടാക്കാതെ പോയിട്ടുള്ള. അതേപോലെ വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ വരുമ്പോൾ അങ്ങനെ ഹയറാർക്കി ഒന്നും ഇല്ലല്ലോ. എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കും, നിലത്ത് ചമ്മണം പടിഞ്ഞിരിക്കും. ഞങ്ങൾ ദേശമംഗലം മനയൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, അപ്പം ഇവരൊക്കെ ഒരുമിച്ചിരിക്കുക ചെയ്യാം. അപ്പം അങ്ങനത്തെ ഒരു ശൈലി ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ആനച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് കാര്യം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗാങ്ങിൻ്റെ അകത്ത് പോകുന്നു എന്നുള്ളൊരു ദുഃഖം എന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴും മറക്കാത്ത ഒരു പച്ച പിടിച്ച് മനസ്സിൽ കിടക്കുന്ന ഓർമ്മകളായി. ഈ കൊട്ടാരക്കരൻ്റെ കൂടെ അഭിനയിച്ചതും ഇദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിച്ചതൊക്കെ. ഇത് പാദസരത്തിലെത്തിയാണ്. ചോര ചുവന്ന തരാം. അത് കുറച്ചും കൂടെ കമേഴ്സ്യലാക്കിയതാണ്. അത് പിന്നെ അത്യാവശ്യം കാണാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഞാനിപ്പോഴും ഓർക്കും, ഹോട്ടലിലെ കുട്ടികളാണ് നമ്മൾ തിരിച്ചറിയാം. അന്ന് നമ്മൾ സാധാരണ ഹോട്ടലൊക്കെ പോകുമല്ലോ, അപ്പോൾ ആ കുട്ടികളെ നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങാം. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കും, ചേട്ടാ ഈ ചോര എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങൾ ചോദിക്കുമ്പോഴത്തെ, അപ്പോൾ അത് കേൾക്കുമ്പോൾ സന്തോഷമല്ലേ. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചു എന്താ ഈ കുട്ടികൾ മാത്രം തിരിച്ചറിഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഒരു സാധാരണ ഹോട്ടലിലെ ഏറ്റവും അവസാനം ഉറങ്ങുന്ന കുട്ടികൾ ഈ മേശ തുടച്ച് വൃത്തിയാക്കുന്ന ആൾക്കാർ. അവർ ആ തുടച്ചൊക്കെ വൃത്തിയാക്കുക പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ലേറ്റാവും. ലേറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചെന്ന് കിടക്കാനൊക്കെ സൗകര്യം ഒന്നും ഉണ്ടാവില്ല. അവിടെ ഇഷ്ടംപോലെ കൊതുകടി ഉണ്ടാവും. അപ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ സെക്കൻഡ് ഷോ സിനിമ കയറും. ആ സിനിമ കഴിഞ്ഞാൽ നല്ല ഉറക്കത്തോടുകൂടി തിരിച്ചു വരുമല്ലോ, അപ്പോൾ കിടന്ന് ഉറങ്ങാൻ കുറച്ച് നേരം. ഇതാണ് അതിൻ്റെ കാരണം എന്നാണ് എനിക്ക് പിന്നീട് എൻ്റെ മനസ്സിൽ ഞാൻ ഊഹിച്ചത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി നടത്തും. അപ്പോൾ അവരെല്ലാ സിനിമയും കാണും. ഒരു സിനിമ എൻ്റെ 2-3 പ്രാവശ്യം പോയി കാണും. അങ്ങനെയൊക്കെ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. ഒരു സിനിമ കൂടി എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത് കമേഴ്സ്യൽ മൂവി ആവട്ടെ എന്ന് പറഞ്ഞ് PG വിശ്വംഭരനെ പോയി കണ്ടു. അന്നത്തെ ഒരു വലിയ ഹിറ്റ് ഡയറക്ടറാണ്. അങ്ങനെ അദ്ദേഹം അത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെച്ചാൽ ശ്രീവിദ്യയായി, ശ്രീമയായി, സുകുമാരനായി, ജയനായി, പപ്പുവേട്ടനായി. അപ്പോൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ചെയ്യാനുള്ള ക്യാരക്ടർ പിന്നീട് വരുന്നത് വില്ലൻ ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ കയറി, എനിക്ക് വരാതില്ല, ഞാൻ വില്ലൻ ക്യാരക്ടർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വില്ലൻ ക്യാരക്ടർ ചെയ്തു. സിനിമ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് അവർ പോയി. പെട്ടി, അന്ന് പെട്ടി എന്നുള്ളവരുടെ സിനിമയുടെ പെട്ടിയാണുള്ളത്. ഡബ്ബിങ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ട് പെട്ടി അവിടെ മദിരാശിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ ചന്ദ്രൻ പനങ്ങോട് എന്ന് പറഞ്ഞിട്ടൊരു മാനേജറായിരുന്നു അതിൻ്റെ, ചായരയുടെ മാനേജറാണ്. ഈ സിനിമ നമ്മൾ പേര് പറയാൻ വിട്ടുപോയി. മലയാളത്തിലെ ബോക്സ് ഓഫീസ് ഹിറ്റുകളിൽ എണ്ണം പറഞ്ഞ ഹിറ്റുകളൊന്നായിട്ടുള്ള ചാകരയെ പറ്റിയിട്ടാണ് ഇപ്പം നമ്മൾ സംസാരിച്ചത്. ജയൻ എന്ന് പറഞ്ഞ ഒരു വലിയ താരത്തിന്റെ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് ചിലപ്പോൾ ഇതായിരിക്കും. ജയൻ എന്നൊരു ഹിറ്റ് മേക്കറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് വിശ്വംഭരനും അതെ, വിശ്വംഭരനാണ്. അങ്ങനെ വലിയൊരു ഗാങ്ങാണ്. അതെ. അതിൽ ജയൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ ഷോട്ടിന് കിട്ടിയ ചുണ്ടുമിടിയാണ്. അദ്ദേഹത്തിന്റെ കുറ്റല്ല, കുറ്റം തന്നെയാണ്. ഒരു മണൽ കൂനയുടെ പുറത്ത് നിന്നിട്ടാണ് ഇടി. അല്ല, ഈ ഇടിയുടെ കാര്യത്തിന് മുന്നേ ആ ക്യാരക്ടറിന്റെ പേരാണ് ഇപ്പോഴും മിമിക്രി താരങ്ങൾ ഒരുപാട് അനുകരിക്കുന്നു. അലവലാതി ഷാജി. നീയാണല്ലേ പെൺകുട്ടികളെ വഴി നടക്കാൻ അനുവദിക്കാത്ത ആ അലവലാതി ഷാജി. അതാണ്. പിന്നീട് ആ പ്രൊഫസർ നാടകത്തിൽ അഭിനയിച്ചിരുന്ന പേര് മാറിയിട്ട് പിന്നെ എന്നെ അലവലാതി ഷാജിയിലേക്ക് മാറിയിരിക്കുന്നത്. ആ സിനിമ അതിൻ്റെ പെട്ടി മദിരാശിയിലിരിക്കുന്ന സമയത്ത് നമ്പ്യാർ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡ്യൂസർ കൊടുമുടികൾ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാൻ തീരുമാനിച്ചെല്ലാം. അപ്പോൾ ഈ ചന്ദ്രൻ തന്നെയാണ് എൻ്റെ മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ. ചന്ദ്രൻ ഇദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ചന്ദ്ര ഈ പടം ലേറ്റായി പോകൂടാ, കുറച്ച് സമയമെടുക്കും. അയ്യോ ചേട്ടാ എന്താ കാരണം വെച്ചാൽ അന്നത്തെ മാനേജർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പടം കഴിഞ്ഞ് അതിൻ്റെ ഒപ്പം അടുത്ത പടം കിട്ടിയില്ലെങ്കിൽ ജീവിതം മദിരാശി ബുദ്ധിമുട്ടുള്ള സമയമാണ്. അപ്പോൾ പറഞ്ഞു, അല്ല എല്ലാവരും ബുക്ക് ചെയ്ത് വന്നു, ബാലേട്ടന് ഡേറ്റ് ഇല്ല, ബാലൻ നേർക്ക് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ ആലോചിച്ച് പറഞ്ഞു, ചേട്ടാ ഒരു പുതിയ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ വന്നിട്ടുണ്ട്, കാണണോ ചേട്ടനെന്ന് ചോദിച്ചു. പുള്ളിയും പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ എന്നാൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഉള്ള ഒരു റോൾ എടുത്തുകൊണ്ട് ഈ ഭരണി സ്റ്റുഡിയോയിൽ എവിടെയാണ്ട് കൊണ്ടുപോയിട്ട് ഇവൻ്റെ ഇട്ട് കാണിച്ചു കൊടുത്തു. പറഞ്ഞു ഇയാൾ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ പുറത്തുനിന്ന് ആദ്യത്തെ ഒരു സിനിമ അഭിനയിക്കുന്നത്. കൊടുമുടികളാണ്. മറ്റു ഞാൻ നമ്മൾ തന്നെ സ്വയം ഡിസൈൻ ചെയ്ത പ്രൊജക്റ്റ്. അതിൽ തന്നെയാണ് ഈ പെണ്ണുങ്ങൾ ഉദ്ധരിക്കുന്ന ക്യാരക്ടർ ആദ്യം തുടങ്ങുന്നത്.